യുദ്ധവിമാനങ്ങളിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും അപകടം സംഭവിച്ച് പൈലറ്റിന് വിമാനം നിയന്ത്രിക്കാൻ കഴിയാതെ വന്നാൽ രക്ഷപ്പെടാനുള്ള മാർഗമാണ് സീറ്റ് ഇജക്ഷൻ സിസ്റ്റം. ഒരു മോഡേൺ ഇജക്ഷൻ സീറ്റിന് പൈലറ്റിനെ 0.5 സെക്കൻഡുകൾക്കുള്ളിൽ 60 മൈൽ പെർ ഹവർ സ്പീഡിൽ പ്രൊപ്പൽ ചെയ്യാനാകും. ഏകദേശം 2-3 സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ എമർജൻസി ഹാൻഡിൽ വലിക്കുന്നത് തൊട്ട് പാരച്യൂട്ട് ഡിപ്ലോയ്മെന്റ് വരെയുള്ള ഇജക്ഷൻ പ്രോസസ് പൂർത്തിയാകും. റോക്കറ്റ് മോട്ടോറുകളോ ഗ്യാസ് പവേർഡ് കാറ്ററിഡ്ജുകളോ ആണ് ഇജക്ഷൻ സീറ്റുകളെ പ്രൊപ്പൽ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇജക്ഷന് മുമ്പായി എയർക്രാഫ്റ്റ് കനോപ്പി എന്ന് പറയുന്ന ഗ്ലാസ് കൊണ്ടുള്ള ഭാഗത്തെ അതിലുള്ള മിനിയേച്ചർ ഡിറ്റനേഷൻ കോഡ് തകർത്തെറിയുന്നു. തുടർന്ന് സീറ്റിന്റെ അടിയിലുള്ള ത്രസ്റ്റുകൾ പ്രവർത്തിച്ച് സീറ്റ് ഉൾപ്പെടെ പൈലറ്റിനെ മുകളിലേക്ക് തള്ളി പുറത്തെത്തിക്കുന്നു. തുടർന്ന് സീറ്റിൽ നിന്ന് തനിയെ വേർപ്പെടുന്ന പൈലറ്റ് പാരച്യൂട്ടിന്റെ സഹായത്തോടെ സേഫ് ലാൻഡിംഗ് നടത്തുന്നു. 1940കളിൽ കണ്ടുപിടിച്ച ശേഷം ഇജക്ഷൻ സീറ്റുകൾ 12,000-ലധികം ജീവനുകളാണ് ഇത്തരത്തിൽ രക്ഷിച്ചെടുത്തിട്ടുള്ളത്. അതിരിക്കട്ടെ, ഇത്തരത്തിൽ രക്ഷപ്പെട്ട ഏറ്റവും പ്രശസ്തനായ ഇന്ത്യക്കാരനും ആ സംഭവവും ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ?